ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൈക്കിൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മളുടെ പേഴ്സണാലിറ്റി എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ള ഒരു സൈക്കിൾ. ഇത് വന്നത് എവിടുന്നാണെന്നറിയോ? നമ്മളുടെ ബിലീഫ്സിൽ നിന്ന്. കുട്ടിക്കാലത്തെ നമുക്ക് കിട്ടിയ ബിലീഫ്, അത് മതപരം മാത്രമല്ല കേട്ടോ, ഫ്രം ദ എൻവയറമെൻറ്റ്. നമ്മൾ ആരാണ്, എന്താണെന്നൊക്കെയുള്ളൊരു ബിലീഫ് നമുക്കുണ്ടല്ലേ, വിശ്വാസമുണ്ട്. അത് ഫോർ എക്സാമ്പിൾ മേ ബി ഐ ആം നോട്ട് കേപ്പബിൾ, എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല, ഞാൻ അത്രക്കായിട്ടില്ല എന്നൊരു ബിലീഫ് നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കാം. ആ ബിലീഫ് കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്. എന്തായിരിക്കും ഫീലിംഗ്? വെരി സാഡ് അല്ലേ? എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ യു ആർ ഫിയറിങ് എ ജഡ്ജ്മെൻറ്റ്, യു ആർ ഫിയറിങ് സക്സസ്, യു ആർ ഫിയറിങ് ഫെയിലിയർ. ഒക്കെ ഫിയറാണ്. കാരണം നിങ്ങൾക്ക് പേടിയാണ്, യു ആർ നോട്ട് കേപ്പബിൾ, റൈറ്റ്? അപ്പോൾ കേപ്പബിൾ അല്ലാത്തതിൻ്റെ കുറേ ഫിയേഴ്സ്. പിന്നെന്താണ്? അത് കാരണം നിങ്ങൾക്ക് കുറേ ചിന്തകൾ വരും. എന്താണ്? ഞാൻ എന്താ ചെയ്യണ്ടേ? ആ പാർട്ടിക്ക് പോകണോ? അവിടെ പോയാൽ എന്ത് ശരിയാവില്ലല്ലോ, അവരെന്താ വിചാരിക്കുക എന്നുള്ള കുറേ ചിന്തകൾ അവിടെ വന്നു. ആ ചിന്തകൾ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കും? നിങ്ങളൊന്നും ചെയ്യൂല, നിങ്ങൾ സ്റ്റക്കായിരിക്കും. യു സ്റ്റോർ ഇൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ലൈക്ക് നോ, ഐ എം നോട്ട് സപ്പോസ് ടു ഡു ദിസ്, ഐ കാൺ ഡു ഇറ്റ്. അപ്പോൾ അത് നിങ്ങളുടെ ആക്ഷനിലേക്ക് വന്നു. ആക്ഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ നാച്ചുറലി വാട്ട്സ് യുവർ ഹാബിറ്റ്? നിങ്ങളുടെ ഹാബിറ്റ് എന്താണ്? ഡെയിലി യു ആർ ഗോയിങ് ടു ഡു ദ സെയിം തിങ്. എന്നെക്കൊണ്ട് പറ്റില്ല. ആൻഡ് ദെൻ ദാറ്റ് ബിക്കംസ് യുവർ പേഴ്സണാലിറ്റി. മനസ്സിലായോ എവിടുന്നാ നമ്മളായി മാറിയത്? ദ നെഗറ്റീവ് ഇൻസൈഡേഴ്സ്. ഇതേപോലെ പോസിറ്റീവ് സൈഡ് ഓൾസോ. ഐ ആം കേപ്പബിൾ എന്ന് ചിന്തിക്കുന്നവരുടെ വിശ്വാസം, അങ്ങനത്തെ ഒരു വിശ്വാസമാണെങ്കിൽ എന്തായിരിക്കും ഫീലിംഗ്? വെരി ഹാപ്പി ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ചിന്ത? യെസ്, ഐ ആം കേപ്പബിൾ, എനിക്ക് കൂടെ അത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്. എന്തായിരിക്കും? അത് ചെയ്യാനുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കും. അത് ഡെയിലി ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഹാബിറ്റ് ആവും, അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ആവും. ഈ സൈക്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനു മുന്നേ അറിയായിരുന്നോ? ഈ സൈക്കിളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്?